കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ അതിന്റെ കുറച്ച് പുറകിലൊക്കെ ആയിരുന്നു. ആൻഡ് ഇന്ന് പുതിയ റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാവും നമുക്ക്. സോ റിക്രൂട്ട്മെന്റിലെ പിള്ളേരുടെ അടുത്ത് എല്ലാം സംസാരിച്ച് അവരെയൊക്കെ നമ്മുടെ കറണ്ട് സെനേറിയോ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മതി ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിലാണ് ഞാനും ഇരുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റൊക്കെ ചെയ്യുമായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇന്നലെ കുറച്ച് ഇതായി, അതുകൊണ്ടാണ് ഇന്നലെ വരാഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സർപ്രൈസ് കാണുമെന്നാണ്. സർപ്രൈസ് ആയിട്ട് അങ്ങനൊന്നും ഇല്ല ഗൈസ്. നമുക്കിപ്പം മെയിൻലി എന്താ പറയാ, ജസ്റ്റ് മൂവ് ഓൺ ആവാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു റിക്രൂട്ട്മെന്റ് ഒരു 4 പേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 4 പേരും കൂടെ നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ കളിക്കാൻ ഒരു 15 പേരുണ്ടാവുള്ളൂ. ജയിക്കുന്നതും തോക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഗൈസ്. ജയിക്കുന്നതും തോക്കുന്നതൊക്കെ തോറ്റോട്ടെ. ജോക്കർ ബ്രോ രാവിലെ വന്നല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ the 400 rupees സൂപ്പർ ചാറ്റ് ജോക്കർ ബ്രോ. നിങ്ങൾ ഇവിടെ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്ത് അതൊക്കെ റീലൊക്കെ ആയി. നാട്ടുകാരൊക്കെ എന്നെ തള്ളക്കി വിളിക്കണം. ഇപ്പം ഈ പൊട്ടച്ചി മോന് പൈസ കൊടുത്തിട്ട് കാര്യം ചിലവന്മാർ പറയണം ഞാൻ ഇരുന്ന് പൈസ ഇറക്കണം എന്നൊക്കെ പറയണം. എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഇറങ്ങി മുട്ടം പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുക കേട്ടാ. നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് സൂപ്പർ ചാറ്റ് ഒന്നും ഇനി ചെയ്യണ്ട. ഇനി ഈ ഏരിയയിലോട്ടേ വരല്ലേ കുറച്ച് ദിവസത്തേക്ക് കേട്ടാ. ഷിജിൽ ബ്രോ താങ്ക് യു സോ മച്ച് 83.69. ആദിൽ റഹ്മാൻ ബ്രോ താങ്ക് യു സോ മച്ച് 20. സോനു ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. കംപ്ലീറ്റഡ് 4 years of വാച്ചിങ് സ്ട്രീം ആണ്. സൈ ഗെയിമിംഗ് ആയിട്ട് താങ്ക് യു സോ മച്ച് ബീങ് ഹിയർ ബ്രോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഫയർ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദ സ്പോൺസർഷിപ്പ് ബ്രോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ബേസിക്കലി ഇപ്പം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പം ഗ്യാങ്ങിൽ ഒരു 15 പേര് വേണം. മനസ്സിലായ? അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ കാരണം ബാക്കി നമ്മൾ പയ്യെ സോർട്ട് ചെയ്ത് നമ്മളിവിടെ നിൽക്കുമെന്നൊക്കെ ഉറപ്പുള്ള ആൾക്കാരെയൊക്കെ എടുക്കുക എന്നുള്ളൊരു ഇതാണ്. ആൻഡ് ഇപ്പോൾ ഇനി എടുക്കാൻ പോണ റിക്രൂട്ട്മെന്റ്സ് നമ്മളിപ്പോൾ എടുക്കുന്നവരുടെ ഇതെല്ലാം നമ്മുടെ സിറ്റുവേഷനും കറണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവരെത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന അതിനനുസരിച്ച് അവരുടെ സ്ലോട്ടും നമ്മൾ ഉറപ്പായിട്ടും ഒരു പെർമനന്റ് സ്ലോട്ട് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിലോട്ടാക്കും. പക്ഷെ ഇപ്പോൾ കറണ്ട്ലി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് വരും കൈസ് ഇനിയകത്ത്. അപ്പൊ ഇത്രയും നാള് എല്ലാവരും കുറച്ച് നാളൊക്കെ ഓക്കെ അവരൊക്കെ ഒരു ഡൗൺ ടൈം ആണ്, അവരെ ഇപ്പൊ പോയി ചൊറിഞ്ഞാൽ ശരിയാവില്ല. എത്ര നാള് ആൾക്കാർ ഇങ്ങനെ കളിക്കും? പിന്നെ എത്ര നാള് ടി വിയിലുള്ള പിള്ളേർ എത്ര നാള് സിറ്റുവേഷൻ എടുക്കാതിരിക്കും? ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ കണ്ടിട്ടില്ലേ കൈസ്? അല്ല ലൈവ് ഇടുന്നവരെല്ലാം അവരൊക്കെ എന്താ പറയാ, ഒരു സിറ്റുവേഷൻ പോലും എടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. സോ അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് പേരെ എടുക്കും. PvP റിക്രൂട്ട്മെന്റ്. അതെ ഫുൾ PvP റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പോൾ ഉള്ള 4 പേരും PvP റിക്രൂട്ട്മെന്റ് ആണ്. PvP ഇവിടെ ഒരുത്തൻ ബഹളം വിളിച്ചു കൂവാണ്. നിങ്ങൾക്കൊക്കെ സൗണ്ട് കേൾക്കാവോ? അണ്ണാ എനിക്ക് മാത്രം എനിക്ക് മരതകം തരുമോന്നോ? എടാ പോടാ. എടാ അവനെ കൊണ്ടുവാ പാച്ചുവേ അവനെ കൊണ്ടുവാ. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കളഞ്ഞോ. ഡേവൂട്ടാ ഈടെ എന്തിനാണ് കരയുന്നേ? ഈടെ എന്തിനാ നാണക്കേട്? എല്ലാരും ഇവിടെ നോക്കണം നിന്നെ. എന്തിനാ കരയുന്നേന്ന്? ഈ നാണക്കേടല്ലേ? എന്ത് പറ്റി? പന്ന പിള്ളേരല്ലേ കരയുന്നേ? എന്താ പറ്റി പൊന്നിന്? അയ്യോ അവനെ ഇങ്ങനെ എണ്ണീറ്റ് ഇവനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. അതാണ് ഇവന്റെ വേറൊരു പ്രശ്നം. ഇവനെ ഒരിടത്ത് ഇരിക്കുന്ന ഇഷ്ടമല്ല. ഇവനിങ്ങനെ എടുത്തോണ്ട് നടക്കണം. കരച്ചിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ എടുത്തോണ്ട് നടക്കണം. ഇവന് അങ്ങനത്തെ വല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കോടാ. ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. നീ ഒന്ന് എണ്ണീറ്റ് കയറാവുമ്പോ ഞാൻ ഇതുപോലെ കരയാം. എന്നാലും എന്നെ തോളതെടുത്ത് നടക്കണം നീ. മനസ്സിലായോ? ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. ഇതൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുക ഈ ലൈവില് ഡോക്യുമെന്റ് ചെയ്യുക ഞാൻ ഇതൊക്കെ. ഇത് നാളെ നിന്നെ കാണിച്ചു തന്നിട്ടായിരിക്കും. ഇത് കാണിച്ചു തന്നിട്ടായിരിക്കും നിന്നെ നാളെ ഞാൻ നിനക്കുള്ള പണി തരാൻ പോണത്. ഞാൻ അന്ന് എന്നെ എടുത്തോണ്ട് നടക്കാൻ പറയും. ഇത് കാണിച്ചിട്ട് നല്ല 2 കീറും തരും നിനക്ക്. ഒരു സംശയമില്ല. തെളിവ് വേണ്ട, തെളിവ്. അച്ഛൻ വൈബ് പിന്നെ അല്ല ചെറുക്കനെ ഓർക്കട്ടെ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. ഇവിടെ ഒരെണ്ണം ഉണ്ടോ? ഇവിടെ ഇത് കൊണ്ടുപോക്ക് വേണമെങ്കിൽ എനിക്കൊരു ഹായ് തരുമോ? ഹായ് ബ്രോ. ഹായ് ദേവട്ടൻ സൂപ്പർ ഡാഡി ദേവട്ടൻ. ഹരി ബ്രോ, അർലൻ ബ്രോ താങ്ക് യു സോ മച്ച് 87.29.
എന്താ ചിരിച്ചൊക്കെ കാണിക്കണേ നീ? നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? പണി വരുന്നുണ്ട് അവരുടെ അച്ഛാന്ന്. അതെ അതെ അതെ, ചെക്കൻ കഴിപ്പായി ഇവനെ. കലിപ്പ അവന്റെ. എടാ നിനക്ക് എന്തോ ഒരു സാധനങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. ഇതൊക്കെ കണ്ട് നീ സന്തോഷത്തോടെ ചിരിച്ചിരുന്നാ പോരെ? ചിരിച്ചിരുന്നാ പോരെ? പോരെ? തുണി എന്ത്? ഉറക്കം വരുന്നോ? ഉറക്കം വരുന്നോ? ഉറക്കം വരുന്നോ മോനെ? ഞാൻ നിന്റെ അടുത്ത് ഒരു ലൈഫ് ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോഴേ സുഖമായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്റെ പ്രാരാബ്ദങ്ങളും എന്റെ സാധനങ്ങളൊക്കെ നോക്കണ്ടേ നിനക്ക്? ഞാനാണെ കുറച്ച് എക്സ്പെൻസീവാ. നീ ഇപ്പൊ വേണമെങ്കിൽ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉറങ്ങാനൊന്നും പറ്റൂല. ഇപ്പോഴാണ് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്ന ഏക ഒരു സമയം. എഴുത ഉറക്കം വരുമോ? നല്ല കണ്ണട നിറഞ്ഞു പോണ്. അതെ അതെ, പിന്നെ അല്ലാതെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്റെ പ്രാരാബ്ദ കാര്യങ്ങളൊക്കെ നോക്കണ ചെറുക്കനല്ലേ. ഇപ്പൊ അവനൊന്നും അറിയാതെ ഉറങ്ങാം. അങ്ങനെയാണോ കുറച്ചുകൂടെ കഴിയുമ്പോ? ഈഗോ തന്തേത്. പിന്നെ ഇവനൊക്കെ അഹങ്കാരമാണത്. ടാറ്റ ടാറ്റ ബൈ ബൈ. അഹങ്കാരി ചെറുക്കൻ. അവന് 2 ദിവസത്തേക്ക് ഫോർമുല മിൽക്ക് കൊടുക്കണ്ട കേട്ടോ. പണിഷ്മെന്റ് ആയിക്കോട്ടെ. ഏതെല്ലാവർക്കും സ്ലീം BM ഒക്കെ നോക്കണ്ടല്ലേ? പിന്നെ അല്ലാതെ BM ഒക്കെ നോക്കണ്ടല്ലേ? ഫുഡ് കഴിച്ചോണം. എടാ ഇതാ എന്റെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. എന്റെ ഫസ്റ്റ് രാവിലത്തെ ഫുഡ് ഇതാണ്, പ്രോട്ടീൻ ഷേക്കാ. 144 കാണാം ഇനി. പോയല്ലേ 1080 to 360. എടാ കൊച്ചിനെ കൊണ്ടുവരുമ്പോഴാണ് നിനക്കൊക്കെ. പണ്ട് എന്തായിരുന്നു? പണ്ട് എന്തോ ചെയ്യുമ്പോ ഇവന്മാര് ഇതിടുമായിരുന്നല്ലോ. RDRലെ കൂളി. അതിടുമ്പോ മാത്രം എല്ലാ എണ്ണം 4K കാണുമായിരുന്നു. ഇന്ന് നമ്മളോട് ഒരു ഡുവോ ഉണ്ടേ. ട്രയോ ആണേ. ഹലോ, കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്ത് പറ്റിയാടാ? അളിയ എന്റെ PC ഹാക്കാൻ എന്തോന്ന് അളിയാ? നീ മറ്റേ എലോൺ മസ്കിന്റെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തല്ലേ? ഇലാൻ മസ്കാ? ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ദുബായിൽ എല്ലാവർക്കും ഫ്രീ മസാജ് എന്ന് പറഞ്ഞ നിനക്ക് ലിങ്ക് വന്നതിനകത്ത് നീ ക്ലിക്ക് ചെയ്തില്ലേ? ഇല്ല അളിയാ, സംഭവം ഇപ്പൊ എനിക്ക് ഗൂഗിൾ ക്രോം മറ്റേ ഫയല് വേറെ ഉണ്ട് മിസ്സിംഗ് കുറെ ആയി. അശ്വിനാർക്ക് ഞാൻ hope you get the reply brother. നേതാണ്ട് അളിയ ക്രോം അളിയ ഇപ്പൊ ഫയലായിട്ട് കാണിക്കുന്നീകളെ. എന്റെ മൗസ് പാഡ് ഒട്ടുന്നേ. എടാ ഞാനിപ്പോ 2 ദിവസം ആരുടെയും കൂടെ നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന ആരുടെയും കൂടെ കളിച്ചില്ലെങ്കിൽ 3-ാമത്തെ ദിവസം ആൾക്കാർ പറയണത് ഡിവോഴ്സ് ആയി, അവര് തെറ്റിപ്പിരിഞ്ഞ് എന്നാണ് പറയണത്. അതെങ്ങനെ? എടാ എന്റെ മൗസ് പാഡ് ഒട്ടി ഡിവോഴ്സ് ആവും നമ്മള്? ജോക്കിയുടെ മൗസ് പാഡ് ഒട്ടുന്നത് വേറെ ഒന്നും അല്ല ജോക്കി. ഇത്രയും വർഷം സിംഗിൾ ആയിട്ട് ജീവിച്ച ഒരാളുടെ മൗസ് പാഡ് ഒട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളത്. അപ്പൊ കയ്യോ ഒട്ടൂലേ? കൈയൊന്നും ഒട്ടൂല, കയ്യില് രേഖയില്ലെന്നുള്ളൊരു ഇതേ ഉള്ളൂ. ജോക്കിയുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ ഒരു വര ഉണ്ടല്ലോ. ജോക്കിയുടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. പറഞ്ഞ ജോക്കിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല, വരയില്ല ജോക്കിക്ക്.